ജസ്റ്റ് ലീവ് ഇറ്റ്. ഞാൻ ഈ കാണുന്നത് സത്യമാണോ? ഇവനൊരു പെൺകുട്ടിയുടെ കൈ പിടിച്ചേക്കുന്നു. രാജു, അമ്മേനെയും മുത്തശ്ശിയും കൂട്ടാൻ വേറൊരു കാർ അയക്കാൻ പറ. നമുക്ക് പോവാം. ശരി സർ. പോലീസിൽ ഏൽപ്പിക്കോ? എത്ര ചുമ്മാ പേടിപ്പിക്കുക. ബ്ലഡി നോൺസെൻസ്. നീ തെറ്റിയതെന്ന് പ്രൂഫ് പോലും ഇല്ലാതെ വായിത്തൊന്ന് വിളിച്ചു പറയാ. ഡാമിറ്റ്. വേദനിക്കുന്നു. വാട്ട്? കൈ വേദനിക്കുന്നു. ഐ ആം സോറി. ആർ യു ഓക്കെ നൗ? ആക്ച്വലി ഞാൻ നിന്റെ കൈ അവിടുന്ന് പിടിക്കുന്നല്ലേ, അതുകൊണ്ടായിരിക്കും വേദനിക്കുന്നത്. ഞാൻ നിന്നെ വിളിച്ചോണ്ട് പോകുന്നില്ലായിരുന്നെങ്കിൽ അവർ ഇനി ഓരോന്ന് പറയുമായിരുന്നു. ആ ടെൻഷനിലാണ് നിന്റെ കൈ പിടിച്ചു വലിച്ച് ഇങ്ങോട്ട് പോകുന്നത്. ആയിക്കോട്ടെ, അത് സാരമില്ല. എന്തിനു വെറുതെ ചിരിക്കുന്നേ? എപ്പോഴും സംസാരിക്കുന്ന ആൾ എന്താ സൈലന്റ് ആയെന്ന് നോക്കിയതാ, അതാ ചിരി വന്നേ. ഞാൻ സൈലന്റ് ഒന്നും അല്ലല്ലോ, സംസാരിച്ചോണ്ടല്ലേ ഇരിക്കുന്നേ. വളവളാതെ സംസാരിക്കുന്ന ആള് സിമ്പിളായി സാരമില്ല എന്ന് പറഞ്ഞില്ലേ, അതിലും വലിയ തമാശയുണ്ടോ? നമ്മളിനി ഏത് സിറ്റുവേഷനിലാണെങ്കിലും നമ്മുടെ ക്യാരക്ടർ മാറാൻ പാടില്ല. എക്സ്ക്യൂസ് മീ, ഇപ്പൊ നീ എന്തിനാ ചിരിച്ചേ? പാർക്കിൽ വെച്ച് പറഞ്ഞത് ഓർത്തപ്പോ ചിരിച്ചു പോയതാ. അയ്യോ രാജു ചേട്ടാ, വീടിന്റെ അടുത്ത് എത്താറായല്ലോ. ഞാനോർത്ത് നമ്മൾ ഓഫീസിലേക്കായിരിക്കും പോകുന്നേന്ന്. ഞാനൊന്ന് ചെറുതായിട്ട് ഉറങ്ങിപ്പോയി. ഏത് വഴി കൂടെ പോകുന്നേന്ന് പോലും നോക്കിയില്ല. ഇനി നിനക്ക് ഓഫീസിലും പോണോ? ഞാൻ ക്രൂരനൊന്നുമല്ല, എനിക്കും മനുഷ്യത്വമൊക്കെ ഉണ്ട്. നീ ഇപ്പൊ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്ക.
ഞാൻ വൈകിട്ട് ഇയാളുടെ അടുത്ത് ആരതിയുടെ സ്വർണം കൊടുത്തയക്കണ്ടേ? എനിക്കെന്തോ അത് വേണ്ടെന്നാ തോന്നുന്നേ. എന്ത് വേണ്ടാന്ന്? പെട്ടെന്ന് നിനക്കെന്താ പറ്റിയേ? ഞാനങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ച് തെറ്റിദ്ധരിക്കണ്ട. ഞാൻ ആ വീടിന്റെ മരുമകളാവുമെന്ന് വിചാരിച്ച് അന്ന് മുത്തശ്ശി എനിക്കൊരു വള തന്നു. അതുകൂടാതെ ഇന്ന് എനിക്കൊരു മാലയും മേടിച്ചു തന്നു. പക്ഷെ അവര് കരുതുന്ന പോലെ നമ്മുടെ ഇടയിൽ ഒന്നുമില്ലല്ലോ. അങ്ങനെയൊക്കെ ഉള്ളപ്പോ ഞാനതൊക്കെ വാങ്ങുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. സോ പ്ലീസ്, എനിക്ക് വേണ്ടി പർച്ചേസ് ചെയ്തതൊന്നും അങ്ങോട്ടേക്ക് കൊടുത്തയക്കണ്ട. നീ എന്തൊക്കെയോ ആലോചിച്ച് വെച്ചിരിക്കുക. പക്ഷെ ആ ആലോചിച്ച കാര്യങ്ങളൊന്നും ശരിയല്ല. സ്നേഹത്തിന് വിലയിടാൻ പറ്റുമോ? അത് മുത്തശ്ശിയുടെ സ്നേഹമാണ്. നീ അത് വാങ്ങിച്ചോ. എത്ര ദൂരേക്ക് പറഞ്ഞയച്ചാലും അവസാനം മുന്നിൽ തന്നെ വന്ന് നിൽക്കുമല്ലേ? എനിക്ക് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ താല്പര്യമില്ല. സംസാരിക്കാനുള്ള മര്യാദയും നിങ്ങൾ സൂക്ഷിച്ചിട്ടില്ല. നീ ഈ സുഹാസിനിക്കെതിരെ നിന്നതിന് ശേഷം നിനക്കിഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ പറയുന്നത് നീ കേട്ടേ തീരൂ. എന്താണെന്ന് വെച്ചാ എനിക്ക് പറഞ്ഞു മാത്രമേ ശീലമുള്ളൂ, ഇങ്ങോട്ട് കേൾക്കാറില്ല. ഓടിപ്പോയി വേദാന്തിന്റെ അടുത്ത് എന്ത് പറയണമെന്ന് നീ വിചാരിച്ചോ അതിവിടെ പറഞ്ഞിട്ട് പോയാ മതി. ഇപ്പൊ എങ്ങനെയുണ്ട് വിക്കി? കുഴപ്പമൊന്നുമില്ലല്ലോ? ആരതി, ഞാനിപ്പോ അമ്പലത്തിലല്ലേ ഉണ്ടായിരുന്നു. ഇത്ര പെട്ടെന്ന് എങ്ങനെയാ നിങ്ങളുടെ വീട്ടിലോട്ട് വന്നേ? എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ഇതെന്തിനാ കുടിക്കാൻ തരുന്നത്? വിക്കിയും ഷാരിക്കും ക്ലയന്റ് മീറ്റിംഗ് ആണെന്നും പറഞ്ഞിട്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു.
നിക്ക് വിക്കി, എവിടേക്കായി പോകുന്നേ? ഥു, ഇത്രയും ചീപ്പായിട്ടുള്ള ആൾക്കാരുണ്ടോ കുടുംബക്കരയ്ക്ക്? അവളെ ഞാനങ്ങനെ വെറുതെ വിടില്ല. കരിക്കിൽ എന്തോ ബോധം കിടക്കുന്ന ഡ്രഗ് മിക്സ് ചെയ്തിട്ട് എന്നെ ഒരു വിഡ്ഢിയാക്കി അവൾ എന്നെ കല്യാണം കഴിക്കാൻ നോക്കിയല്ലേ. ഇനി ഞാൻ അവളെ വെറുതെ വിടില്ല. ഒന്നും വേണ്ട വിക്കി ചേട്ടാ. ചേച്ചി അവൾക്ക് കൊടുത്തിരിക്കുന്ന വഴക്കിന് മിനിമം 10 വർഷത്തേക്ക് അവൾ ചേട്ടനെ പറ്റി ചിന്തിക്കേയില്ല. ഐ ആം സോ സോറി ആർത്തി. അവള് കരിക്കുടിക്കണം എന്ന് പറഞ്ഞ് കാറ് നിർത്തിച്ച് അതെന്നെയും കുടിക്കാൻ വേണ്ടി ഒരുപാട് ഫോഴ്സ് ചെയ്തു. അപകടം മനസ്സിലാക്കാത്ത എന്റെ തെറ്റായിരുന്നു. ഈ കാര്യത്തിൽ വിക്കി ഒരു തെറ്റും ചെയ്തിട്ടില്ല. വിക്കി ഈ കാര്യത്തിൽ ഇന്നസെന്റ് ആണ്. അതാ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. ഇന്നസെന്റ് ആവാൻ പാടില്ലായിരുന്നു. ഞാൻ കുറച്ച് സ്മാർട്ടായിരുന്നെങ്കിൽ അവളുടെ ഭാഗത്തുനിന്നുള്ള ഈ ചതി ഞാൻ മനസ്സിലാക്കിയേനെ. ഐ ആം സോ സോറി ആരതി. ദയവ് ചെയ്ത് അങ്ങനെയൊന്നും പറയരുത്. അവള് വലിയ ഫ്രോഡാണ്. ഏത് ലെവലിലേക്ക് വേണമെങ്കിലും അവൾ ഇറങ്ങിക്കോളും. അവൾ എപ്പോ എന്ത് കാര്യമാണ് ചെയ്തോണ്ടിരിക്കുന്നതെന്ന് അറിയാൻ നമ്മൾ അവളുടെ ലെവലിലേക്ക് ഇറങ്ങേണ്ട കാര്യമുണ്ടോ? നമ്മൾ അവളെ പോലെ ആവരുത് വിക്കി. ഒരു പെൺകുട്ടിയായിട്ട് ഇത്രയും ദുഷിച്ച മനസ്സാണ് അവൾക്കെങ്കിൽ ഇനി അവൾ എന്ത് ചെയ്യാനും മടിക്കില്ല. നിന്റെ വീട്ടിൽ തന്നെ 4 പെൺകുട്ടികളില്ലേ? ഒരാളെങ്കിലും ഇതുപോലെ ചിന്തിക്കോ? ഇല്ല, അത് വിട്. സിദ്ധാർത്ഥ്, അവളുടെ സ്വന്തം ചേട്ടൻ, അവൻ എത്ര നല്ലവനാ. അവന്റെ സ്വന്തം അനീതി. അവൾക്കൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു പണി കൊടുക്കണം. അതൊന്നും വേണ്ട വിക്കി. ചെലയുടെ പുറത്ത് ആരെങ്കിലും കല്ലിടോ? അവളുടെ അടുക്ക പറയേണ്ടതെല്ലാം ഞാൻ അവിടുന്ന് പറഞ്ഞിട്ടാ വന്നത്. ഒരു പ്രാവശ്യം കൂടി ഇങ്ങനെ സംഭവിച്ചാ പിന്നെ എന്താ നടക്കാന്ന് അറിയില്ലെന്ന് പറഞ്ഞിട്ടാ ഞാൻ വന്നത്. അതുകൊണ്ട് ഇനി ഒന്നിനും പോവണ്ട. ഞാൻ ഇന്നും പറഞ്ഞു തീർന്നിട്ടില്ല. എനിക്ക് പറയാനുള്ളത് മുഴുവനും കേട്ടിട്ടേ നീ ഇവിടെ നിന്ന് പോകൂ. നീ പോയി വേദാന്തിനെ കെട്ടിപ്പിടിച്ച കാര്യം പറഞ്ഞ അവന് സമാധാനം ആവുമെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? നിങ്ങൾ രണ്ടുപേരുടെയും ഇടയ്ക്ക് ഇത്രയൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതും ഈ സ്ഥിതിയിൽ നിന്നെ അവൻ എന്തിനാ ചിരിക്കുന്നത്? അവൻ നിന്നെ വീണ്ടും അടിച്ച് പുറത്താക്കുമല്ലോ എന്നുള്ള കാര്യം ഓർത്ത് ചിരിച്ചു പോയതാ. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തലയിടാൻ നോക്കണ്ട. നമുക്ക് മുകളിൽ നിൽക്കുന്നവർ ഒന്നുകിൽ നമ്മുടെ തലയെ വെട്ടിയെടുക്കും, അല്ലെങ്കിൽ തലക്കിട്ട് ചവിട്ടും. വന്ന വഴി ശരിയല്ലെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? എവിടെയാണോ ഇത്രയും നാള് മറഞ്ഞു നിന്നത് അങ്ങോട്ടേക്ക് തന്നെ പോയിക്കും. അറിഞ്ഞോ അറിയാതെയോ വീണ്ടും വേദാന്തിനെ കാണാൻ വേണ്ടി നീ ഒരു ശ്രമം നടത്തുന്നു. പാനിപ്പൂരി ഡിഡക്റ്റീവ് സംഘത്തിന്റെ പ്രസിഡന്റ് ചോറിന് അച്ചാർ വെച്ചതുപോലെ എന്റെ മീനാക്ഷിയെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് നീ കുറച്ചാണല്ലോ തരുന്നത്. എനിക്ക് എന്ത് ബിൽഡപ്പാ? അടുത്തുള്ള വീടുകളിലൊക്കെ ഞാൻ മീനാക്ഷിയെ തപ്പി ഇറങ്ങിയിട്ട് നാണം കെട്ടതിന് ഒരു പരിധിയില്ല. നീ എന്റെ മുത്താണ്, പൊന്നാണ്, സ്വർണ്ണമാണ്. എന്നാ വെച്ചോ നീ. ഇപ്പൊ കാണിച്ചിരാ നോക്കിയേ. ആ മീനു 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 എന്റെ ഡാർലിംഗ് ഡാർലിംഗ്. വളകൾ വളരെ നന്നായിട്ടുണ്ടല്ലോ അമ്മേ. എല്ലാം ലേറ്റസ്റ്റ് ഡിസൈനാ. എല്ലാ ആഭരണങ്ങളും വളരെ നന്നായിട്ടുണ്ടമ്മേ. ഞാൻ എന്റെ അമ്മയെ പിടിച്ച് സത്യം ചെയ്യുക, അമൂല്യ ഒരു തെറ്റും ചെയ്യാനുള്ള സാധ്യതയില്ല. എനിക്ക് ഈ പെൺകുട്ടിയെ അത്രയ്ക്കും വിശ്വാസമാ. സ്നേഹത്തിന് വിലയിടാൻ പാടില്ല.
ഈ മാല ഞാനിട്ടല്ല എങ്ങനെ ഉണ്ടാവുമെന്ന് പറ. കിളവി അമ്മേ, എന്താ പറ്റിയ? എടി കൊരങ്ങേ, പറ അമ്മേ, പറ. അമ്മു, ഏത് ലോകത്താ നീ ഇരിക്കുന്നേ? എന്തോ നീ ഇത്ര ആലോചിക്കുന്നേ? ആലോചനയോ? ഞാനോ? ഇല്ലല്ലോ. ഞാൻ ഏത് ലോകത്തായിരുന്നു? ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. ശരീരം മാത്രം ഇവിടെ ഉണ്ടായിരുന്നു, മനസ്സ് വേറെ എവിടെയോ ആയിരുന്നു. മതി, മിണ്ടായിരിക്കും. അങ്ങനൊന്നുമില്ല കുന്തം. നമ്മുടെ ആദി ചേച്ചിയും പണ്ട് ഇങ്ങനെ തന്നെ ആയിരുന്നു. പ്രേമിക്കാൻ തുടങ്ങിയ ശേഷം ആൾ ഈ ലോകത്തൊന്നും അല്ലായിരുന്നു. ഇപ്പോ നീയും മുതുക്കി. അതിഥി, പ്രായത്തിനനുസരിച്ച് സംസാരിക്കാൻ പഠിക്കും നീ. ശരിയേ, എന്താ മോളെ നീ ചെയ്യുന്നേ? എന്തിനതൊക്കെ പൊട്ടിച്ചു കളയുന്നത്? നോക്ക്, ഞാൻ പറയുന്ന ഒന്ന് കേക്ക് മോളെ. നിന്റെ അമ്മ ഇത് കണ്ട എന്ത് വിചാരിക്കും? ഞാൻ കേക്കില്ല. ഞാൻ ആരുടെ വാക്ക് കേക്കില്ല. എന്റെ അടുത്ത് ആരും സംസാരിക്കണ്ട. എന്തിനു വേണ്ടി നീ ഇങ്ങനൊക്കെ ചെയ്യുന്നെന്ന് ആദ്യം ഒന്ന് പറയും മോളെ. സമാധാനമായിട്ട് ഇരിക്കും ശരിയേ. സാരിക, നീ എന്താ ഈ കാണിക്കുന്നേ? സാരിക നിന്നോട് നിർത്താനാ ഞാൻ പറഞ്ഞത്. സാരിക, നീ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? സാരിക, പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. സാരിക, എനിക്കെന്തോ അമ്മൂനും ദൃഷ്ടിപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുക. ചേച്ചി, ദൃഷ്ടിയില്ല, ഒന്നുമില്ല. ഇനി അതിന്റെ പേരും പറഞ്ഞ് ദൈവത്തിന് നേർച്ച നേരാൻ നിൽക്കണ്ട. ഇല്ല ഇല്ല, ഇത് ദൃഷ്ടി തന്നെയാ. മോളെ അതിഥി, നീ പോയിട്ട് കുറച്ച് ഉപ്പും ചുവന്നോളവും കൂടി എടുത്തോണ്ട് വാ, ഇവളെ ദൃഷ്ടി ഒഴിയാൻ. ഇവൾ ഈ ലോകത്തൊന്നും അല്ലെന്നാ എനിക്ക് തോന്നുന്നേ. ആരോ അവളെ കണ്ണുവെച്ചിട്ടുണ്ട്. ദൃഷ്ടിയായിട്ടുണ്ടാവും, പക്ഷേ ചീത്ത ദൃഷ്ടി ആയിരിക്കില്ല. എന്ന് വെച്ചെന്താ? ഒന്നുമില്ല, ആരുടെ ദൃഷ്ടി ആയിട്ടുണ്ടാവാന്ന് എനിക്കറിയാം. മാറി മാറി ഇങ്ങനെ കളിയാക്കിയില്ലെങ്കില് നിങ്ങൾക്ക് ഉറക്കമൊന്നും വരില്ലല്ലേ? എനിക്ക് ഉറക്കം വരുമേ, പക്ഷെ നമ്മുടെ മുതുക്കിക്ക് ഉറക്കം വരുമോന്ന് ഡൗട്ടാ. ഉറക്കം വരില്ല, ഉറക്കം വരില്ല, രാത്രിയൊക്കെ അവനെ ഓർത്ത് ഉറക്കം വരില്ല. എടി അഹങ്കാരി കൊരങ്ങേ, വെറുതെ ഇരിക്കുന്ന നല്ലത്. വെറുതെ ഇരിക്കില്ല. വേണ്ട, നോക്ക്. എന്ത് ചെയ്യ നീ എന്താ ചെയ്യുന്നേ? നിന്നോട് ചോദിച്ചു എന്താ ചെയ്യുന്നെന്ന്. നിന്നോടല്ലേ പറഞ്ഞു. നീ ഇങ്ങനെ കരയില്ല സാരിക. നീ ഒരു ഭ്രാന്തിയെ പോലെ കാണിക്കുന്നേ. അതെ, ഞാൻ ഭ്രാന്തിയാണ്. എല്ലാവരുടെ കൺമുന്നിൽ ഞാനിപ്പോ ഒരു ഭ്രാന്തിയാ. നിങ്ങൾക്ക് ആർക്കും എന്നോട് കുറച്ചു പോലും ഒരു സ്നേഹമില്ല. ഞാൻ നിങ്ങളുടെ ആരുടെ കൂട്ടത്തിലേ ഇല്ല. എല്ലാവരുടെ മുന്നിലും ഒരു വിലയില്ലാത്ത പോലെ നിങ്ങൾ എല്ലാവരും എന്നെ ട്രീറ്റ് ചെയ്ത. എന്തിനാ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? നമ്മൾ എന്തിനാ മോളെ അങ്ങനെയൊക്കെ വിചാരിക്കുന്നേ? കരയാതിരിക്കും മോളെ, സമാധാനപ്പെട്. അതിനിപ്പോ എന്താ പറ്റിയത്? ശാരിക, നീ ഒന്ന് സമാധാനപ്പെട്. ആദ്യം എന്താ സംഭവിച്ചെന്ന് പറ. എന്താ ഏതാന്ന് പറയാതെ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ ഞങ്ങൾ എന്താ വിചാരിക്കേണ്ടത്?
നീ കരച്ചിൽ നിർത്തിയിട്ട് കാര്യം എന്താണെന്ന് പറയും. എന്റെ സ്വപ്നമെല്ലാം തകർന്ന് തരിപ്പണായി. എന്റെ മനസ്സിലുണ്ടായിരുന്ന ചെറിയ ഹോപ്പ് പോലും പോയി. ഇനി ഒരിക്കലും പിക്കി എന്റേതാവില്ല. വിക്രാന്ത്, താഴെ ഫുഡ് കഴിക്കാൻ വെയിറ്റ് ചെയ്യാ. വേഗം വാ. എനിക്ക് വിശക്കുന്നില്ല ഏട്ടാ, എനിക്ക് വേണ്ട. വിശപ്പില്ലാത്ത എന്താടാ? ഇന്ന് വേറെ പ്രോബ്ലം ഒന്നും ഉണ്ടായില്ലല്ലോ. എണീച്ച് വാടാ. ചേട്ടാ, അല്ലേ എന്നെ ഒരിക്കലും വിട്ടു പോകില്ലല്ലോ. എന്താടാ നീ പറയുന്നേ? എന്താ നിനക്ക് പറ്റിയേ? എനിക്കറിയില്ല ഏട്ടാ, എനിക്കെന്തോ ആരതി നഷ്ടപ്പെടുന്നൊരു തോന്നൽ. എന്തായാലും നീ കല്യാണം കഴിയുമ്പോ അതൊക്കെ ഭർത്താവിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയില്ലേ? അതോ ഇവിടെ എല്ലാം വെച്ചിട്ട് പോവോ? അത് അങ്ങനെയല്ല മോളെ. അയ്യോ ചേച്ചി, നിന്റെ ഒരു കാര്യം. മുത്തശ്ശി എനിക്കും ആഭരണം വാങ്ങി തന്നു. പക്ഷെ ഞാൻ അവരോട് സംസാരിച്ചു. അപ്പൊ അവര് പറയാ സ്നേഹത്തിന് വിലയിടാൻ പറ്റില്ല, നീ ഇതൊക്കെ കൊണ്ടുപോക്കോളാൻ. ആര്? മുത്തശ്ശിയോ? പിന്നെ ആരാ? മാമനോ? അമ്മയാണോ? ഏയ് ഒന്ന് പോ ചേച്ചി. പോ ചേച്ചി എന്നോ? നീ എന്തൊക്കെയാ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒന്നുമില്ല, വീട് ചേച്ചി. ഒന്നുമില്ല എന്ന് പറയുന്നത് തന്നെ എന്തോ ഉണ്ട്. ഓ, വേദാന്തേട്ടനെ കുറിച്ച് ചിന്തിക്കാണോ? മുത്തശ്ശി, ഇങ്ങോട്ടിരിക്കും. എന്താ മുത്തശ്ശി? നീ എന്റെ കൺമുന്നിൽ തന്നെയാണ് ഇത്രയും വളർന്നു വലുതായത്. ഇപ്പൊ കാണുമ്പോ എനിക്ക് സന്തോഷാകുന്നു മോനെ. അതെനിക്ക് അറിയുന്നതല്ലേ. ഇപ്പൊ എന്താ പറ്റിയേ? കൊറേ കാര്യങ്ങളൊക്കെ നിനക്ക് അറിയാവുന്ന തന്നെയായിരിക്കും. ചില കാര്യങ്ങളിലൊക്കെ നീ നിന്റെ മുത്തച്ഛനും ഒരുപോലെ തന്നെയാണ്. അവർക്ക് ആരെങ്കിലും എന്തെങ്കിലും എന്നെ പറ്റി പറഞ്ഞാ സഹിക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പൊ നീയും അമൂല്യയെ അങ്ങനെ തന്നെയാണ് നോക്കുന്നത് മോനെ. നോനോ, ഇല്ല മുത്തശ്ശി. മുത്തശ്ശനെ എന്നെ പോലെയേ അല്ല. അതിനെന്തിനാ നീ ഇത്ര ടെൻഷനാവുന്നത്? എനിക്കിപ്പൊ ഇരിക്കുന്ന ഈ വേദാന്തിനെ ഒരുപാട് ഇഷ്ടമാണ്.